നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്ത കോടതിയലക്ഷ്യ നടപടി ഇന്ന് വീണ്ടും പരിഗണിക്കും. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന് വഴിതടഞ്ഞ സ്റ്റേജ് കെട്ടിയതിൽ കേസെടുത്തതിന് പിന്നാലെയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റ് പരിസരത്തും സമരം ചെയ്ത കോൺഗ്രസ് CPI നേതാക്കൾക്കെതിരെയും പോലീസ് നടപടി എടുത്തത്. ഇതിന് പിന്നാലെയാണ് CPM നേതാക്കളായ MV ഗോവിന്ദൻ, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരോട് CPI നേതാക്കളായ ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷിയാസ്, TJ വിനോദ, ഡൊമിനിക് പ്രസന്റേഷൻ, പോലീസ് ഉദ്യോഗസ്ഥനായ G സ്പർജൻ കുമാർ എന്നിവരോടും നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ഇന്ന് ഇവർ നേരിട്ട് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. MV ഗോവിന്ദനെ അടക്കമുള്ളവർ ഇന്ന് നേരിട്ട് ഹാജരാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അതേസമയം നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നതോടെ പ്രതിസന്ധികൾ കൂടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടുവരാൻ കാരണമാകുന്നുവെന്നും തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം, മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടും. അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും. ഈ സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം മുതലാളിമാരുടെയും കോർപ്പറേറ്റുകളുടെയും കയ്യിലായിരിക്കുന്നതോടൊപ്പം കാലം പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ MV ഗോവിന്ദൻ AI കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചയായിരുന്നു. AI സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന. വിവാദമായതോടെ AI വരുന്നതോടുകൂടി സമൂഹത്തിലെ സമ്പത്തിന്റെ വിതരണത്തിലുള്ള വൈരുദ്ധ്യം വർദ്ധിക്കുമെന്നും ഇത് തൊഴിലില്ലായ്മയുടെ തോത് 60% ഉയർത്തുമെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു.